ജോസ് ബട്ട്ലർ ഈ ഒരു IPL സീസണിൽ തുടക്കത്തിലെ കുറച്ച് 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് വളരെ മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം മോശം കളി കാഴ്ചവെച്ച സമയത്ത് രാജസ്ഥാൻ റോയൽസിന്റെ പല ആരാധകരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ചില RFK ഗ്രൂപ്പിലുള്ള ഞാൻ രണ്ട് മൂന്ന് RFK ഗ്രൂപ്പിലുണ്ട്. അപ്പം അതിൽ ഒരുപാട് ചില ആളുകൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ വെറും വേസ്റ്റ് ആണ്. അദ്ദേഹം ടീമിന് വെറും ഒരു പാരയാണ്. അദ്ദേഹത്തിന് ടീമിന് ഒരു വെറുതെ കൊണ്ടുപോകണം. സഞ്ജു അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് മാറ്റണം. പകരം ഫെരേരനെ ഇറക്കണം. മറ്റേ ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ടോം കതറോ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടല്ലോ രാജസ്ഥാൻ റോയൽസ്, അദ്ദേഹത്തിന്റെ പേര് കറക്റ്റ് അറിയില്ല. അദ്ദേഹത്തെ ഇറക്കണം എന്നൊക്കെ രീതിയിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ ജോസ് ബട്ട്ലറെ വിലയിരുത്തിയിരുന്നു. അത്രയും മോശം രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരെ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ തന്നെ, ഞാനുള്ള 2 ഗ്രൂപ്പിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ തന്നെ പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമായി. കാരണം ജോസ് ബട്ട്ലർ എന്ന താരം രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം അതൊക്കെ ഒരു നിമിഷം ബട്ട്ലർ ഒന്ന് ഫോം ഔട്ട് ആയപ്പം വിലക്കം മാറുന്നു. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസ് ഫൈനലിലെത്തി. ആ ഒരു സീസണിൽ ജോസ് ബട്ട്ലർ എന്തായിരുന്നു എന്ന് മറ്റുള്ള ടീമുകളൊക്കെ അറിഞ്ഞതാണ്. ഒരിക്കലും ജോസ് ബട്ട്ലറിനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറെ ഒരിക്കലും 1-2 കളി കൊണ്ട് എഴുതി തള്ളരുത്. ഞാൻ അന്നേ തൊട്ടേ ഇവരോടമ്മമാരോടൊക്കെ തത്ത പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അവരൊക്കെ അപ്പൊ എന്നെ വിമർശിക്കായിരുന്നു. ഇപ്പം ആ വിമർശിച്ചവരുടെ അണ്ണാക്കിൽ കിട്ടിയിരിക്കുകയാണ്. ജോസ് ബട്ട്ലർ RCBക്കെതിരെയുള്ള മത്സരം IPLലെ രാജസ്ഥാൻ റോയൽസിന്റെ 4ാമത്തെ കളിയാണ്. ആ ഒരു മത്സരത്തിൽ വളരെ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മികച്ചൊരു സെഞ്ചുറി ഇന്ന് ആരാധകർക്ക് കാണാൻ സാധിച്ചു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഇന്നിങ്സ്. ജോസ് ബട്ട്ലറിനെ എന്താ പറയാ, ഏതായാലും ജോസ് ബട്ട്ലറിനെ വിമർശിച്ചവരുടെ അണ്ണാക്കിൽ കിട്ടിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, സഞ്ജു സാംസന്റെ ബാറ്റിംഗ്, അതുപോലെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. സഞ്ജു ഇന്ന് വളരെ മികച്ച രീതിയിൽ കളിച്ചു. ഏതായാലും ഈ ഒരു വിജയം നോക്കുകയാണെങ്കിൽ ഓബിയസ്ലി വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് രാജസ്ഥാൻ. ഇപ്പം 4 കളി 4 വിജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണ് ഇപ്പൊ രാജസ്ഥാൻ റോയൽസ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരം ഇന്നത്തെ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.